നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവുമായിരുന്നു. ഈ പ്രശ്നത്തില് സച്ചി സാറും കുടുംബവും നമ്മളോട് ക്ഷമ ചോദിക്കല്ലേ സത്യ ചെയ്തത്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അവര് ക്ഷമ ചോദിച്ചത് അവരുടെ മര്യാദ കൊണ്ടാ. എന്റെ അമ്മയും അമ്മിണി കുഞ്ഞമ്മയും കൂടി ഇവിടെ വന്ന ശേഷം എന്തൊക്കെ പറഞ്ഞവരെ നാണം കെടുത്തി. നമ്മൾ ആരെങ്കിലും പോയി അവരോട് ക്ഷമ ചോദിച്ചോ? ഇല്ല. നമുക്കാർക്കും അതിനുള്ള ധൈര്യവും ഇല്ല, മാന്യതയും ഇല്ല. കാരണം ഇവിടെ എല്ലാവരും നിയന്ത്രിക്കുന്നത് അമ്മയാ. അമ്മയുടെ നടപടി ആര് ചോദ്യം ചെയ്താലും അയാൾ നാണം കെടുത്തും. കല്യാണപ്പയ്യന്റെ സ്ഥാനത്ത് ഞാനായിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ അമ്മയെ ഞാൻ ചോദ്യം ചെയ്തേനെ. തുടക്കത്തിൽ തന്നെ അത് ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും വഷളാവില്ലായിരുന്നു. ഏട്ടൻ വിഷമിക്കാതിരിക്കെ. ഇന്ദ്രേട്ടനും സുദിനങ്ങളും ഒക്കെ അമ്മയോടും അമ്മിണി കുഞ്ഞമ്മയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. നല്ല ആൾക്കാരാ. അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും സോനെ. എന്റെ അമ്മ, അത് കഴിഞ്ഞില്ലേ? അവന്മാര് മദ്യപിച്ച് വന്നതിന് സച്ചി സാറ് ക്ഷമയും ചോദിച്ചു. പിന്നെ വീണ്ടും എന്തിനാ അമ്മയും കുഞ്ഞമ്മയും അത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? അവൻ ആ മന്ദാകിനിയുടെ മോൻ. ആ സ്ത്രീ ഞങ്ങളോട് കാണിക്കുന്ന ജാട എന്താന്ന് നീ കണ്ടില്ലല്ലോ. അപ്പൊ അവളുടെ മകന്റെ തോന്നിയാസം ആൾക്കാരെ മൊത്തം ഒന്ന് അറിയിക്കണ്ടേടാ. വേണം സുശീലേ, വേണം. ആ മന്ദാകിനെയും മകനെയും നാണം കെടുത്തി ചുവരിലൊട്ടിക്കണം. നമ്മളോട് അവറ്റകളുടെ കളി. അല്ല, ചിട്ടിക്കാശ് തരാത്തവന്മാരെ പിടിച്ചു നിർത്തി കൂമ്പിലടിച്ച് കാശ് വാങ്ങുന്നവളായി കുഞ്ഞമ്മണി. എന്റെ കുഞ്ഞമ്മേ, ഇത് നാട്ടിൻപുറത്തെ ആഴ്ചച്ചിട്ടിയൊന്നുമല്ല, കോടീശ്വരൻ നടത്തുന്ന കല്യാണ മാമാങ്കമാ. ഇവിടെ വഴക്കുണ്ടാക്കിയാലേ സെക്യൂരിറ്റിക്കാര് നമ്മളെങ്ങ ഇറക്കി വിടും. പിന്നെ ഇറക്കി വിടാൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പളേ നമ്മള് നമ്മുടെ ചെറുക്കനെയും കൂട്ടി അങ്ങ് പോകും, അല്ല സുശീലേ? പിന്നെ അല്ലാതെ. ജാതകപ്രകാരം ഈ കല്യാണം മുടങ്ങിയാലേ സച്ചി സാറിന്റെ മോള് ജീവിതകാലം മുഴുവൻ വീട്ടിയിരിക്കും. അങ്ങനെ കടന്ന കൈയൊന്നും സച്ചി സാർ ഇവിടെ കാണിക്കത്തില്ലെന്ന് എനിക്കറിയാം. സച്ചി സാർ അങ്ങനൊന്നും ചെയ്യില്ല. അദ്ദേഹത്തെ കൊണ്ട് അമ്മയും കുഞ്ഞമ്മയും കൂടി അത് ചെയ്യിക്കാതിരുന്നാ മതി. അളമുട്ടിയാൽ ചേരയും കടിക്കുന്നൊരു ചൊല്ലില്ലേ അമ്മേ? സച്ചി സാറ് മനസ്സ് വെച്ചാ സത്തിന് പകരം മറ്റൊരു പയ്യനെ കണ്ടെത്തി നാളത്തെ അതേ മുഹൂർത്തത്തില് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ സച്ചി സാറിന് പറ്റും. പിന്നെ അത് ശരിയാ സുശീലേ. അതിന് തയ്യാറായി പലരും ഇവിടെ കാത്തു കെട്ടി കിടപ്പുണ്ട്. സച്ചി സാറിനെ പിണക്കാതിരിക്കുന്നതാവും സുശീലേ എന്തുകൊണ്ട് നല്ലത്. അതെങ്ങനെ ഇന്ദ്ര? സത്യന് പെണ്ണി ചോദിച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതല്ലോ. സച്ചി സാറ് മകൾക്ക് വേണ്ടി സത്യനെ ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നതല്ലേ? അതുകൊണ്ട് എന്താ അമ്മേ, സത്യന് ഇന്ദുവിന് ചേർന്ന പയ്യനാണെന്ന് അവര് ചിന്തിച്ചത് അവരുടെ നല്ല മനസ്സുകൊണ്ടാ. എന്നുവെച്ച് അവര് നമ്മളെക്കാൾ ചെറുതായി പോയെന്നല്ല അർത്ഥം. മകളുടെ കല്യാണം മംഗളകരമായി നടക്കാൻ ലക്ഷങ്ങൾ മുടക്കിയ സച്ചി സാർ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത്. ഇവിടെ ആര് കുഴപ്പമുണ്ടാക്കിയാലും അദ്ദേഹം അത് സഹിക്കില്ല. എങ്കിലേ ആദ്യം ആ മന്ദാകിനെയും മകനെയും സച്ചി സാർ അവിടുന്ന് പുറത്താക്കട്ടെ. ഇല്ലെങ്കിലേ അവരുടെ മകനെ കൊണ്ട് ഇന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ സാധ്യതയുണ്ട്.
അത് ഗോകുലെ ക്ഷണിച്ചിട്ട് തന്നെയാണോ മഞ്ചാടി കോളേജിൽ നിന്ന് അർജുനും അരവിന്ദൊക്കെ വന്നേ? അല്ലാതെ പിന്നെ ഞാൻ അവരെ ക്ഷണിക്കാൻ എന്റെ കല്യാണമൊന്നുമല്ലല്ലോ. മദ്യപിച്ച് ഇന്നിവിടെ പ്രശ്നമുണ്ടാക്കിയ പയ്യന്മാര് മഞ്ചാടിയുടെ ഫ്രണ്ട്സ് ആണോ? അതിലൊരുത്തനാ മഞ്ചാടിയെ ബൈക്കിൽ കൊണ്ട് വീട്ടിൽ വിടാറ്. എന്താടി അവന്റെ പേര്? അർജുൻ. അവൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. മന്ദാകിനി ആന്റിയുടെ മകനാ അടിച്ചു ഫിറ്റായത്. മറ്റവന്മാര് ഫിറ്റല്ലാന്നേ ഉള്ളൂ, അടിച്ചിട്ടില്ലാന്നൊന്നും നീ പറയണ്ട. അവന്മാരായിട്ട് അധികം കമ്പനി ഒന്നും ആവാൻ നിൽക്കണ്ട മഞ്ചാടി. രഘുവേട്ടനെ ആ സമയത്ത് അവിടെ ഇല്ലാഞ്ഞാ നന്നായി. അർജുൻ രഘുവേട്ടന്റെ നോട്ടപ്പുള്ളിയാണെന്ന് നിനക്കറിയാലോ. അർജുൻ 2 ദിവസം ബൈക്കിൽ കൊണ്ട് വിട്ടേനാണോ ഇത്രയും കുറ്റം പറയുന്നത്? ഗോകുലേട്ടൻ ക്ഷണിച്ചിട്ട് വന്ന ഗസ്റ്റിനെ രഘുവേട്ടൻ എന്ത് ചെയ്യാനാ? മതിയടി നിർത്ത്. നീ എന്താ രഘുവേട്ടനെ വെല്ലുവിളിക്കാണോ? ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, അത്രേ ഉള്ളൂ. അയ്യോ മക്കളെ കരയല്ലേ, ആന്റി മക്കൾക്ക് ചോക്ലേറ്റ് എടുത്തു തരാം. ഇതെവിടുന്നാ ആന്റി ഇത്രയും ചോക്ലേറ്റ്? നമ്മള് വരുമ്പോ കൊണ്ടുവന്നാണോ? അല്ലതേ, ഇത് വിനയം കൊണ്ടുവന്ന് തന്നതാ. ഓ, വിനയനോ? ആന്റി എന്തിനാ അയാള് കൊണ്ടുവന്ന ചോക്ലേറ്റ് വാങ്ങിച്ചത്? ഇത് മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോ എങ്ങനെ മോളെ വേണ്ടെന്ന് പറയുന്നത്? വേണ്ടാത്ത അടുപ്പം കാണിക്കുമ്പോ വേണ്ടാന്ന് തന്നെ പറയണം. ആന്റിക്ക് അറിയാഞ്ഞിട്ടാ. അയാൾ എന്റെ മക്കളെ ചോക്ലേറ്റിലെ വിഷം ചേർത്ത് കൊല്ലാനും മടിക്കില്ല. അയ്യോ മോളെ അങ്ങനൊന്നും പറയല്ലേ, വിനയൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. അതെ ചിരു, ഇവിടെ ഭദ്രമോളും ആർച്ചമോളും മാത്രമല്ലല്ലോ ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും മക്കൾക്ക് വേണ്ടിയായിരിക്കല്ലേ വിനയൻ അത്രയും ചോക്ലേറ്റ് കൊണ്ടുവന്ന് കൊടുത്തത്. ആന്റി ഏതായാലും ഉണ്ണിക്കുട്ടിന് ആ ചോക്ലേറ്റ് കൊടുക്കണ്ട. ചീരി വെച്ചിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. എടി, ഞാൻ പ്രതീക്ഷിച്ചതാ അയാൾ ഈ ഫംഗ്ഷനിൽ നുഴഞ്ഞു കയറി വന്ന് എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന്. ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. വലിയ നന്മമരം ചമഞ്ഞ് അച്ഛനെ അടക്കം ചാക്കിട്ട് പിടിക്കാൻ നടക്കായിരിക്കും അയാളിപ്പം.